ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പ് 5 പെന്നി സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏതൊക്കെ പെന്നി സ്റ്റോക്കുകൾ 50 റുപ്പീസിന് താഴെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നതാണ്. ഓഫ്കോഴ്സ് പെന്നി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പല സെക്ടറിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ നല്ല ഒരു ഫണ്ടമെൻ്റലി നല്ല ഒരു ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണ് എന്ന് കൂടി നോക്കാം. അതിൽ ഫസ്റ്റ് ഈ ഒരു ട്രൈഡൻ്റ് ആണ്. ട്രൈഡൻ 1990 മുതലേ ഉള്ള യാൺ ബിസിനസ് മാനുഫാക്ചറിങ്ങിലുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഹോം ടെക്സ്റ്റൈൽസ് ആ ഒരു സെഗ്മെന്റിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു നല്ല ഒരു പെന്നി സ്റ്റോക്കാണെന്ന് പറയാം. കാരണം ഇവിടെ ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് ലോങ് ടേമിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ലോങ് ടേമിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 102 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വാല്യുവേഷൻ നോക്കിയാലും പി കുറച്ച് ഹയർ ആണ് കറണ്ട് പ്രൈസിനേക്കാളും. ബട്ട് ലോങ് ടേമിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യാം, പെന്നി സ്റ്റോക്കിൽ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ഡിവിഡൻറ്റും തരുന്നുണ്ട്. ലോങ് ടേമിന് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സുസ്ലോൺ എനർജിയാണ്. സോ സോളാർ അതുപോലെ പവർ പ്ലാനറ്റ്സ് ടർബൈൻ ഈ ഒരു ജനറേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്ങിൽ നിറയെ പ്രോജക്ട്സ് ഒക്കെ വരുന്ന ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ എനർജി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്, ബട്ട് സ്റ്റിൽ ലോങ് ടേമിന് നമുക്ക് നല്ല ഫോക്കസ് ചെയ്യാം. ബാറ്ററി, സോളാർ ബാറ്ററി ആ ഒരു മേഖലയിൽ നല്ല ഒരു ഭാവിയുള്ള ഒരു സ്റ്റോക്കാണ്. ഫിനാൻഷ്യലി നല്ല ഗ്രോയിങ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പോസിറ്റീവിൽ വന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ അസറ്റും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ FI ഹോൾഡിങ്സും നല്ല വർദ്ധിച്ചിരിക്കുന്നു. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് 55-63 ഒക്കെയാണ് നെക്സ്റ്റ് ടാർഗറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വരുന്ന ഈ ഒരു IRB ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ഇപ്പോൾ 100 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്ക്, എന്നാൽ നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. സോ 64 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 112 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 70 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 85, 90, 112 ആ ഒരു റേഞ്ച് ലോങ് ടേമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഒത്തിരി നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പ്രൊമോട്ടർ ഹെപ്ലഡ്ജ് ഉണ്ട്, ഡെപ്റ്റർ ഡേയ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പെന്നി സ്റ്റോക്ക് എന്ന് വരുമ്പോൾ അതിൽ റിസ്ക് ഒക്കെ കൂടുതൽ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ ആ ഒരു മേഖലയിൽ ഈ ഒരു സ്റ്റോക്ക് ലീഡിങ് തന്നെയാണ്. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഡിവിഡൻഡ് ഈൽഡിങ്ങും ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് എസ്പെഷ്യലി റോഡ്സ്, കൺസ്ട്രക്ഷൻ, ഡെവലപ്മെൻറ്റ്, എയർപോർട്ട് ഇതൊക്കെ വരുന്ന നല്ല ഭാവിയുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഫിബീം അവന്യൂസ്. ഇപ്പോൾ 36 റുപ്പീസിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഡൗൺ ട്രെൻഡ് ആണെന്ന് നോക്കണ്ട, ബട്ട് എന്നാലും കോമേഴ്സ് അതുപോലെ അതർ ആൻസിലറി സർവീസസ് എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആ ഒരു സർവീസിൽ ഈ ഒരു സ്റ്റോക്ക് 2017 മുതൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻ, എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിലൊക്കെ വരുന്നു. ഈ സ്റ്റോക്കും ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. 50 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. ഡെപ്റ്റ് ഫ്രീ ഓൾമോസ്റ്റ്. പിന്നെ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് 37.2, IT സോഫ്റ്റ്വെയർ മേഖലയിൽ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ ഒരുവിധം നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഒക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാം. ലോങ് ടേമിൽ 83 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ ടെമ്പിൾ ആ ഒരു ടെമ്പിൾ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു ടൂറിസം ആ ഒരു മേഖലയിൽ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് ആപ്പ് ബേസ്ഡ് അഗ്രിഗേറ്ററിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്.
എഗെയിൻ ഡിവിഡൻഡ് yielding ആണ് 50 റുപ്പീസിന് താഴെ. 62 നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഹോളിഡേ പാക്കേജസ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഒരുവിധം ബെറ്റർ ആവുന്നുണ്ട്. റിസോഴ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. ഈ ഒരു 5 സ്റ്റോക്കുകളാണ് ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ പെന്നി സ്റ്റോക്കുകൾ. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനും അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ അതുപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടിപ്സുകൾ, ഇൻട്രാഡേ ഓപ്ഷൻസ് ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി കുറേ ചാനൽസിലൊക്കെ അവർ പെയ്ഡ് ടിപ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രീ ടിപ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, എങ്ങനെ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതുപോലെ ടേംസുകൾ, ബേസിക് ടേംസുകൾ എന്തൊക്കെയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള വീഡിയോസ് ഓക്കെ, പിന്നെ എങ്ങനെയാണ് പേ ഇൻ പേ ഔട്ടൊക്കെ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെർച്ചിൽ പോവുക. എന്നിട്ട് ആ ഒരു ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. അത് മറക്കാതെ ചെക്ക് ചെയ്ത് കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.